Hello, hi, welcome to Geometry Math Academy. First question like poem. If 3 raised to x plus 1 equal to 729, then 3 raised to x is. നമ്മൾ എക്സ്പോണൻസിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ വരുന്ന റൂൾസ് നമുക്ക് ഉപയോഗിക്കേണ്ടി വരും. നമുക്ക് നോക്കാം. ഇവിടെ 3 raised to x plus 1 3 raised to x plus 1 എന്നുള്ളതിനെ 3 raised to x into 3 raised to 1 എന്ന് എഴുതാം. എന്താണ് റൂള്? നമ്മൾ പഠിച്ചിട്ടുണ്ട്. a raised to b plus 1 എന്ന് b plus c എന്ന് പറഞ്ഞാൽ a raised to b into a raised to c എന്നാക്കി എഴുതാൻ പറ്റും നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ അതുപോലെ ഇവിടെ a യുടെ സ്ഥാനത്ത് 3 ആണ്, b യുടെ സ്ഥാനത്ത് x ആണ്, c യുടെ സ്ഥാനത്ത് 1 ആണ്. അപ്പോൾ 3 raised to x plus 1 നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 3 raised to x into 3 raised to 1. അങ്ങനെയാണെങ്കിൽ തന്നിരിക്കുന്ന പ്രോബ്ലം 3 raised to x plus 1 equal to 729 ആണ്. അപ്പോൾ 3 raised to x plus 1 നെ നമ്മൾ ഓൾറെഡി കണ്ടു. 3 raised to x into 3 raised to 1 എന്ന് എഴുതാൻ പറ്റും, which is equal to 729. പിന്നെ നമുക്കറിയാം 3 raised to 1 എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? 3 തന്നെയാണ് അല്ലേ? അപ്പോൾ 3 raised to x into 3 equal to 729. ഇനി നമുക്ക് 3 raised to x കാണാൻ എളുപ്പമല്ലേ? ആ 3 നെ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുപോയാൽ മതി, അല്ലെങ്കിൽ we can say രണ്ട് ഭാഗത്തും 3 കൊണ്ട് ഡിവൈഡ് ഔട്ട് ചെയ്താൽ മതി. അപ്പോൾ 3 raised to x is equal to 729. 3 നെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് ഡിവൈഡഡ് ബൈ 3 എന്ന് വരും അല്ലേ? അപ്പോൾ 3 raised to x is equal to എന്ത് വരും? 243 എന്ന് വരും. അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ബി ആണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? Second question. 1/4 of 4 raised to m into 4 raised to n is what? അപ്പോൾ സെയിം എക്സ്പോണൻസ് കൈകാര്യം ചെയ്യാൻ അറിയുന്നവർക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. 4 raised to m into 4 raised to n അതിന്റെ 1/4 ആണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ? അപ്പോൾ നമുക്ക് നോക്കാം. 1/4 of 4 raised to m into 4 raised to n. 4 raised to n നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. 4 raised to m into 4 raised to n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 4 raised to ആ പവേഴ്സ് അല്ലെങ്കിൽ എക്സ്പോണൻസ് ആഡ് ചെയ്താൽ മതി അല്ലേ? m plus n എന്ന് എഴുതിയാൽ മതി. അപ്പോൾ നമുക്ക് ഇവരെ എന്ത് ചെയ്യാം? 1/4 of 4 raised to m plus n എന്ന് എഴുതാം. കാരണം 4 raised to m into 4 raised to n നെ നമുക്ക് 4 raised to m plus n എന്ന് എഴുതാൻ പറ്റുമെന്ന് പറയാം അല്ലേ? ഇനി 1/4 എന്നുള്ളതിന് 1/4 നെ 4 raised to minus 1 എന്ന് എഴുതാം. നമുക്ക് ഓൾറെഡി അറിയാം ഇൻ ജനറൽ 1/a ആണെങ്കിൽ a raised to minus 1 എന്ന് എഴുതാൻ പറ്റും. അതുപോലെ 1/4 എന്ന് പറഞ്ഞാൽ 4 raised to minus 1 എന്ന് എഴുതാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ 4 raised to minus 1 into 4 raised to m plus n എന്നാക്കി എഴുതി. ഇനി നോക്കൂ ഇവിടെ 4 raised to minus 1 into 4 raised to m plus n ആണ്. നിങ്ങൾക്ക് സെയിം റൂള് ഇവിടെ മുകളിൽ കൊടുത്തിട്ടുള്ള അതേ റൂള് തന്നെ അപ്ലൈ ചെയ്യാം. 4 raised to minus 1 ന്റെ സ്ഥാനത്ത് ഇവിടെ m ആണ്, ശ്രദ്ധിക്കുക. അതേപോലെ ഇവിടെ m plus n ന്റെ സ്ഥാനത്ത് n ആണ്. ഇനി അത് ഒരേ ലെറ്റർ വരുമ്പോൾ കൺഫ്യൂഷൻ വരാണ്ടിരിക്കാൻ വേറെ റൂൾ നമുക്ക് മാറ്റി എഴുതാം. 4 raised to x into 4 raised to y ആണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? 4 raised to x plus y എന്ന് എഴുതാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ x ന്റെ സ്ഥാനത്ത് എന്താ? -1 ആണ്, y യുടെ സ്ഥാനത്ത് എന്താണ്? m plus n ആണ്. y എഴുതിയ സ്ഥാനത്ത് m plus n ആണ്. അങ്ങനെയാണെങ്കിൽ x plus y എന്ന് എഴുതുമ്പോൾ നമുക്ക് എങ്ങനെ കാണാൻ പറ്റും? 4 raised to minus 1 into 4 raised to m plus n എന്ന് പറഞ്ഞാൽ 4 raised to minus 1 plus m plus n എന്ന് എഴുതാം. ക്ലിയർ ആണല്ലോ? 4 raised to minus 1 plus m plus n. അപ്പോൾ അത് നമുക്ക് എഴുതി നോക്കാം. 4 raised to minus 1 plus m plus n. See, 4 raised to minus 1 plus m plus n സെയിം ഓപ്ഷൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. 4 raised to m plus n minus 1 അല്ലേ? ആദ്യം -1 plus m plus n എന്നുള്ളതിന് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ഓർഡർ നമുക്ക് m plus n ആദ്യം എഴുതി കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? m plus n പിന്നെ -1 എഴുതി കഴിഞ്ഞാൽ ഈ രൂപത്തിലേക്ക് എഴുതാൻ പറ്റും. അപ്പോൾ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. 7/2 minus 4 2/3. 7/2 നമുക്കറിയാം മിക്സഡ് ഫ്രാക്ഷൻ നമുക്ക് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ നിങ്ങൾക്ക് അറിയാം അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. 7/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 7 into 2 14 plus 1 15. അപ്പോൾ 15/2 എന്നാക്കി എഴുതാൻ പറ്റും. അതുപോലെ 4 2/3 നെ നമുക്ക് എങ്ങനെ എഴുതാം? 4 into 3 12 12 plus 2
which is equal to 14 divided by 3 അല്ലേ? അപ്പോൾ നമുക്ക് ആ രണ്ട് മിക്സ്ഡ് ഫ്രാക്ഷനെ നമ്മൾ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കി എഴുതി, സാധാരണ ഒരു ഫ്രാക്ഷനിലേക്ക് a/b ഫോമിലേക്ക് ആക്കി എഴുതി. ഓക്കെ, ഇനി നമുക്ക് സബ്ട്രാക്ട് ചെയ്യാം. അതായത് 7/2 അതായത് 15/2 മൈനസ് 4/2/3 എന്ന് പറയുമ്പോൾ 14/3 ആണ്. ഇനി നമുക്ക് സാധാ പോലെ രണ്ട് ഡിനോമിനേറ്ററും ഡിഫറെൻ്റ് ആണ്, നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ചെയ്യാം. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാം? 15 × 3 മൈനസ് 14 × 2. നമ്മൾ എന്ത് ചെയ്തു? ഈ 15നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, ഇവിടെയുള്ള ചിഹ്നം ഇവിടെ ഇട്ട് കൊടുത്തു, 2 × 14 ചെയ്തു, അതാണ് ഇവിടെ 2 × 14 ആണ് കേട്ടോ. 14 × 2 ഹോൾ ഡിവൈഡഡ് ബൈ 2 × 3. 2 × 3. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 3 15s അല്ലേ? 15 × 3 എത്രയാണ്? 45 മൈനസ് 14 × 2 28 ഹോൾ ഡിവൈഡ് ബൈ 2 × 3 6. അപ്പോൾ 45 ന്ന് 28 സബ്ട്രാക്ട് ചെയ്താൽ എത്രയാണ് വരുന്നത്? 15 അല്ലേ? 7 3 മൈനസ് 2 1 17 വരും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 17 ഡിവൈഡ് ബൈ 6 എന്ന് കിട്ടും. ഓപ്ഷൻ ഡി കറക്റ്റ് ആൻസർ ആണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ. How many 4-digit numbers can be formed using the numbers 3, 5, 8 and 9 without repeating any? അതായത് നമുക്ക് 3, 5, 8, 9 ഈ ഡിജിറ്റ്സ് ഉപയോഗിച്ചിട്ട് എത്ര നാലക്ക സംഖ്യകൾ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ് ചോദ്യം. കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചോദ്യമാണ്, നമുക്ക് നോക്കാം എങ്ങനെ ചെയ്യാന്ന്. നമുക്ക് 4 ഡിജിറ്റ് ആണ് ഈ ഒരു നമ്പറിന് വേണ്ടത് അല്ലേ? നമുക്ക് ആ 4 ഡിജിറ്റിന് ഇഷ്ടമുള്ള 4 ഡിജിറ്റ് എടുക്കാൻ പറ്റുമോ? ഇല്ല. ഏത് ഡിജിറ്റ് എടുക്കാൻ പറ്റുള്ളൂ? 3, 5, 8, 9 ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് നോക്കാം ഈ ഒരു പ്ലേസിൽ നമുക്ക് എത്ര ചാൻസ് ഉണ്ട്? 3 ഉപയോഗിക്കാം, അല്ലെങ്കിൽ 5 ഉപയോഗിക്കാം, അല്ലെങ്കിൽ 8 ഉപയോഗിക്കാം, അല്ലെങ്കിൽ 9 ഉപയോഗിക്കാം. ഈ ഒരു പ്ലേസിൽ തന്നെ നമുക്ക് 4 വ്യത്യസ്ത സംഖ്യ ഉപയോഗിക്കാം. അപ്പൊ നമുക്ക് ഇവിടെ 4 എന്ന് ഇടാം. ഓക്കെ, അങ്ങനെ അതിൽ ഏതെങ്കിലും ഒരു ഈ 4 എണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന് നമുക്ക് ഇവിടെ ഉപയോഗിക്കാം. അങ്ങനെ എന്തായാലും ഒന്ന് ഉപയോഗിച്ചിട്ടുണ്ടാവുമല്ലോ, 4 ചാൻസ് ഉണ്ട് ഇവിടെ ഉപയോഗിക്കാൻ. അതിൽ ഏതെങ്കിലും ഒന്ന് ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അടുത്തതിൽ പിന്നെ 3 ചാൻസേ നമുക്ക് ഉണ്ടാവുള്ളൂ. ഇതിൽ ഏതെങ്കിലും ഒന്ന് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ 3 സംഖ്യയെ നമുക്ക് ഇവിടെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. പിന്നെ അതിലെ 3 സംഖ്യയിൽ ഏതെങ്കിലും ഒന്ന് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് 2 സംഖ്യ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. പിന്നെ ഒരു സംഖ്യ മാത്രമേ നമ്മുടെ കയ്യിൽ ഉണ്ടാവുള്ളൂ, ഒറ്റ സംഖ്യ. അപ്പൊ അങ്ങനെ ഇവിടെ 4 വ്യത്യസ്ത രീതിയിൽ നമുക്ക് ഇത് ഉപയോഗിക്കാം. ഇവിടെ 3 വ്യത്യസ്ത രീതിയിൽ, ഇവിടെ 2 വ്യത്യസ്ത രീതിയിൽ നമുക്ക് ഈ ഡിജിറ്റ് നമുക്ക് പ്ലേസ് ചെയ്യാം. അതേപോലെ ഇവിടെ ഒരു വ്യത്യസ്ത രീതിയിൽ നമുക്ക് അവസാനം നമുക്ക് ബാക്കി വരുന്ന അയാളെ ഇവിടെ പ്ലേസ് ചെയ്യാം. അങ്ങനെയാണ് നമുക്ക് നമ്പർ ഉണ്ടാക്കാൻ പറ്റുക. അപ്പൊ നമുക്ക് ടോട്ടൽ എത്ര നമ്പർ ഈ ഡിജിറ്റ്സ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റും നോക്കി കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 4 × 3 × 2 × 1 ചെയ്താൽ മതി. അപ്പൊ 4 × 3 പറഞ്ഞാൽ 12 ആണ്. 12 × 2 എന്ന് പറഞ്ഞാൽ 24 ആണ്. 24 × 1 എന്ന് പറഞ്ഞാൽ 24 ആണ്. അപ്പൊ ടോട്ടൽ നമുക്ക് number of numbers അല്ലേ we can make using these 4 digits are 24. അപ്പൊ നമുക്ക് ഈ 3, 5, 8, 9 എന്ന ഡിജിറ്റ്സ് ഉപയോഗിച്ച് എത്ര നാലക്ക സംഖ്യകൾ ഉണ്ടാക്കാൻ പറ്റും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഓരോ പ്ലേസിലും ഈ ഒരു പ്ലേസിൽ നമ്മൾ ഏത് 4 സംഖ്യകൾ വെച്ചിട്ടുണ്ടാകും. അപ്പം 3 നിന്ന് തുടങ്ങാം, 5 നിന്ന് തുടങ്ങാം, 8 നിന്ന് തുടങ്ങാം, 9 നിന്ന് തുടങ്ങാം. ആ 3 നിന്ന് തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ഇപ്പുറത്ത് ബാക്കി 3 എണ്ണമാണ് പിന്നെ നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റുക. അങ്ങനെ വ്യത്യസ്ത സംഖ്യകൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അത് ടോട്ടൽ എത്ര സംഖ്യകൾ ഉണ്ടാക്കാൻ പറ്റും എന്ന് നോക്കി കഴിഞ്ഞാൽ ഓരോ പ്ലേസിലും നമുക്ക് എത്ര ഫില്ല് ചെയ്യാൻ പറ്റും അത് നോക്കുക, എന്നിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇപ്പൊ ഇവിടെ 4 ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 4 ഏതെങ്കിലും ഒന്ന് ഫില്ല് ചെയ്യാം അല്ലേ? അങ്ങനെ ഏതെങ്കിലും ഒന്ന് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ 3 നമ്മുടെ കയ്യിൽ ബാക്കി ഉണ്ടാവുള്ളൂ. അതാണ് ഇവിടെ ഫില്ല് ചെയ്യാൻ പറ്റുക. പിന്നെ അത് ഫില്ല് ചെയ്താൽ പിന്നെ 2 സംഖ്യകളെ നമ്മളെ കയ്യിൽ ഉണ്ടാവുള്ളൂ. അതാണ് ഇവിടെ 2 എന്ന് എഴുതിയത്. പിന്നെ ബാക്കി അവസാനം ഒരു സംഖ്യ നമ്മളെ കയ്യിൽ ഉണ്ടാവുള്ളൂ, അത് ഇവിടെ ഫില്ല് ചെയ്യാം. അങ്ങനെ ടോട്ടൽ എത്ര വേസിൽ നമുക്ക് ഇത് ഫില്ല് ചെയ്യാൻ പറ്റും അത്ര നമ്പർ ഓഫ് നമ്പേഴ്സ് അവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സോ 4 × 3 × 2 × 1 ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ എത്ര നമ്പേഴ്സ് ഉണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ 4 × 3 × 2 × 1 ചെയ്ത് കഴിഞ്ഞാൽ 24 ആണ് കിട്ടുക. അപ്പോൾ അതാണ് കറക്റ്റ് ആൻസർ. ഇനി ഫൈനൽ ക്വസ്റ്റ്യൻ. ഇഫ് C is the circumference and D is the diameter of a circle, then value of C/D is. അതായത് സർക്കംഫറൻസിന്റെ ഡയാമീറ്റർ കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ എന്ത് കിട്ടും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ് കിട്ടുക?
ഈസി ആയിട്ട് ചെയ്യാലോ. സർക്കംഫറൻസിന്റെ ഡയാമീറ്റർ കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ പൈന്റെ ഡെഫിനിഷൻ തന്നെ അതാണ്. പൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കംഫറൻസിന്റെ ഡയാമീറ്റർ കൊണ്ട് ഹരിച്ചതാണ്. നമുക്ക് ഓൾറെഡി അറിയുന്നവന് ഡയറക്റ്റ് ആയിട്ട് ബി ഓപ്ഷൻ ചെയ്യാം. ഓക്കെ, ഇനി അത് നമുക്ക് മറന്നുപോയി വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ സർക്കംഫറൻസിന്റെ ഇക്വേഷൻ ഓർമ്മ വേണം. സർക്കംഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കംഫറൻസ് എന്ന് പറഞ്ഞാൽ 2πr ആണ്. ഇനി 2 into r എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേഡിയസിന്റെ ഡബിൾ എന്ന് പറഞ്ഞാൽ ഡയാമീറ്റർ ആണ്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ഡയാമീറ്റർ ഇൻറ്റു പൈ എന്ന് എഴുതി വെച്ചാലും കറക്റ്റ് ആണ്. സർക്കംഫറൻസ് പറഞ്ഞാൽ 2 into r into പൈ, അല്ലെങ്കിൽ 2πr എന്ന് പറയാം, അല്ലെങ്കിൽ ഡയാമീറ്റർ ഇൻറ്റു പൈ എന്ന് പറഞ്ഞാലും കറക്റ്റ് ആണ്. ഇനി അപ്പൊ ഈ സർക്കംഫറൻസിനെ നമ്മൾ എന്ത് ചെയ്യാണ്? ഡയാമീറ്റർ കൊണ്ട് ഹരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ 2πr അല്ലെങ്കിൽ 2πrനെ നമ്മൾ d കൊണ്ട് ഹരിക്കുകയാണ്. 2πr എന്നുള്ളതിന് dπ എന്ന് എഴുതാൻ പറ്റും. കാരണം 2 into r എന്ന് പറഞ്ഞാൽ ഡയാമീറ്റർ ആണ്. റേഡിയസിന്റെ ഡബിൾ ആണ് ഡയാമീറ്റർ. അതായത് നമുക്ക് dπനെ നമ്മൾ d കൊണ്ട് ഹരിക്കുക. അപ്പൊ ഡിയും ഡിവൈഡ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാക്കി വരുന്ന എന്താണ്? പൈ ആണ് വരുന്നത്. അപ്പൊ പഠിച്ചു വെക്കുക, സർക്കംഫറൻസിന്റെ ഡയാമീറ്റർ കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ, ഒരു സർക്കിളിന്റെ സർക്കംഫറൻസിന്റെ ഡയാമീറ്റർ കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ നമുക്ക് പൈ എന്നുള്ള വാല്യൂ കിട്ടും. ഓക്കെ, അപ്പോൾ ജാമിതി മാത്ത് അക്കാദമി ബേസിക് മാത്സ് ക്ലാസ് കൊടുക്കുന്നുണ്ട്. അതേപോലെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ് ആയിട്ടുള്ള കോച്ചിങ് കൊടുക്കുന്നുണ്ട്. താല്പര്യമുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക, കോണ്ടാക്ട് ചെയ്യാം. ബൈ.